ഞാനിതിൽ ആദ്യം ഭയങ്കര സന്തോഷം. എന്താ പറയുന്നത്, ഇന്നിപ്പം അവരെല്ലാം കണ്ടപ്പോൾ ഒറ്റ ഒരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ, സന്തോഷം സന്തോഷം സന്തോഷം. കാരണം പല ആൾക്കാരെയും 35 വർഷം 40 വർഷം 42 വർഷം ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് കാണുന്നത്. എന്നിട്ട് ഓരോ ആൾക്കാരെയും കാണുമ്പോൾ അവരുമായിട്ട് വർക്ക് ചെയ്ത സമയത്തുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും. അതുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത്, സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഒന്ന് ഇമോഷണലായി പോകും നമുക്ക്. കാരണം പഴയ കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ. കാരണം ഞാൻ മദ്രാസിലേക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ രാജവീതി എന്ന് പറഞ്ഞൊരു പടം, അജ്ഞാത തീരങ്ങൾ, ഈ 2 പടത്തിലും ഞാൻ രാഘവൻ ചേട്ടനോട് വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ ഞാൻ അമ്മയും കൂടെ പറഞ്ഞു ഞങ്ങളൊരു തമിഴ് പടത്തിന് വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞു മദ്രാസിൽ പോകുമ്പോൾ രഞ്ജിത്ത് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, ഭയങ്കര ലക്കിയാണ്, ഫാം ഗ്രോ വുഡ്ലാൻഡ്സ് രഞ്ജിത്ത്, അതിൽ നിങ്ങൾക്ക് രഞ്ജിത്തായിരിക്കും നല്ലത്, അവിടെ പോകും, ഭയങ്കര ലക്കിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മദ്രാസിൽ ആദ്യം പോയി താമസിക്കുന്ന ഹോട്ടൽ രഞ്ജിത്താണ്. രാഘവൻ ചേട്ടൻ പറഞ്ഞിട്ട് അവിടെ പോകുന്നത്. ആ ഹോട്ടലും ലക്കി തന്നെയായിരുന്നു പുള്ളി പറഞ്ഞ പോലെ. അങ്ങനെ പല പല കാര്യങ്ങൾ, ഇവിടെ വന്ന പല ആൾക്കാരെയും ഇത് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷം. സത്യം എനിക്ക് എങ്ങനെ എന്താ പറയുന്നത്, എനിക്ക് എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യണമെന്നറിയില്ല. കാരണം ഹരിച്ചേട്ടൻ്റെ വർക്ക് ചെയ്തു ഞാൻ, കൽക്കി, വീരഭദ്രൻ, അങ്ങനെ ഓരോരുത്തരുടെ കൂടെയും, മധുചേട്ടനാണെങ്കിലും ജോമോൻ, അങ്ങനെ ഓരോ ഡയറക്ടേഴ്സും അവർ അസോസിയേറ്റ് ആയിട്ട് ഇരുന്ന സമയം, അസിസ്റ്റൻ്റ് ആയിട്ടിരുന്ന സമയം, രഘുവണ്ണൻ, അങ്ങനെ ഓരോരുത്തരെ കാണുമ്പോഴും ഓരോരോ കഥകൾ ഓർമ്മ വരും. പിന്നെ അന്നൊക്കെ ഏത് പടങ്ങളെടുത്താലും ചന്ദ്രേട്ടൻ്റെ പടത്തിൽ ഞാനുണ്ടാവും, ഒരു സീനാണെങ്കിലും എന്നെ വിളിക്കും. അങ്ങനെയുള്ള കുറേ എന്താ പറയുന്നത് നൈസ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവും, സന്തോഷമുള്ള സെൻറ്റിമെൻറ്റ്സ്. അപ്പോൾ എല്ലാവരെയും കാണുമ്പോൾ അതിലൊരു സന്തോഷം. ഇവരെല്ലാവരെയും അടുത്ത വർഷവും കാണണം, നമ്പർ 1 പോലും കുറയാതെ എന്നൊരു സന്തോഷം.